2011 ആദ്യമായി കൊക്കക്കോള തങ്ങളുടെ ലോഗോയ്ക്ക് പകരം ആളുകളുടെ പേരുകൾ പ്രിൻ്റ് ചെയ്ത ഷെയർ എ കോക്ക് എന്ന ക്യാമ്പയിൻ നടത്തിയത്. ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ പേരോ കൂട്ടുകാരുടെ പേരോ പ്രിൻ്റ് ചെയ്ത കൊക്കക്കോള ബോട്ടിലുകൾക്കായി കാത്തിരുന്നു. പേഴ്സണലൈസ്ഡ് ബ്രാൻഡിങ്ങിലെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളൊന്നായി പരസ്യലോകം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ക്യാമ്പയിൻ ഒരു വട്ടം കൂടി പയറ്റാനിറങ്ങിയിരിക്കുകയാണ് കൊക്കക്കോള ഇപ്പോൾ. പുതിയ ജനറേഷനും കൊക്കക്കോള ഷെയർ ചെയ്യുന്നതിൻ്റെ സുഖം ആസ്വദിക്കട്ടെ എന്നാണ് 2025 ഈ ക്യാമ്പയിൻ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലെ കാരണമെന്ന് അവർ പറയുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ലോഗോകളിൽ ഒന്നായ കൊക്കക്കോള ലോഗോയ്ക്ക് പോലും സ്വന്തം പേരുമായി പേഴ്സണലൈസ് ചെയ്തു വരുന്ന കൊക്കക്കോള ബോട്ടുകളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നീക്കത്തിന് പിന്നിലെന്നും മാർക്കറ്റിംഗ് ലോകം അടക്കം പറയുന്നുണ്ട്. സംഗതി എന്തായാലും 2011 ഹിറ്റായി ക്യാമ്പയിൻ 2025 എത്തിയപ്പോൾ കാലത്തിനനുസരിച്ച് കുറച്ച് പരിഷ്കാരങ്ങളും കൊക്കക്കോള വരുത്തിയിട്ടുണ്ട്. ഷെയർ എ കോക്ക് മെമ്മറി മേക്കർ എന്ന പേരിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് പേഴ്സണലൈസ്ഡ് വീഡിയോ ഉണ്ടാക്കാനുള്ള സൗകര്യമാണ് അതിലൊന്ന്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പേഴ്സണലൈസ്ഡ് കണ്ടൻറ്റ് തപ്പി നടക്കുന്ന ജെൻസിയും 2K കിഡ്സുമുള്ള ഇക്കാലത്ത് ഷെയർ എ കോക്കിൻ്റെ വേർഷൻ 2 പഴയതിനേക്കാൾ ഡബിൾ സ്ട്രോങ് ആയി മുന്നേറുമെന്നതിൽ ഒരു സംശയം വേണ്ട.